സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെയാണ് ചേട്ടൻ? ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഫാൻസിനോടൊക്കെ എങ്ങനെയാണ്? അവരുടെ റിപ്ലൈസ് ഒക്കെ കൊടുക്കാറുണ്ടോ ക്വസ്റ്റ്യൻസിനൊക്കെ? ഞാൻ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതായത് കഴിഞ്ഞ വർഷം ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്നില്ലായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ ഗ്രൂപ്പുകൾ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആദ്യമേ ഒക്കെ ഭയങ്കര ചർച്ചയായിരിക്കും. പിന്നെ നീ പോ, ആഹാ അയ്യോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ സിഗ്നല് വന്ന മെസ്സേജും വന്ന വീഡിയോസും വീണ്ടും കറങ്ങി അങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതായത് മൊബൈൽ നമ്മൾ നെറ്റ് എടുക്കാൻ വേണ്ടി ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, അപ്പം ജാമായി പോവുക. അങ്ങനെ ആയപ്പോൾ ഞാൻ പതുക്കെ വാട്സപ്പ് അങ്ങ് റിമൂവ് ചെയ്തു. പിന്നെ വരയ്ക്കാനുള്ള സമയം നമുക്ക് ഒരുപാട് നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വാട്സപ്പ് അങ്ങ് റിമൂവ് ചെയ്തത്. ഫേസ്ബുക്കിലും ഞാൻ വളരെ കുറച്ചായിട്ട് ഇങ്ങനെ വന്ന് പോകുന്ന ഒരാളാണ്. ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇപ്പോഴാണ് തുടങ്ങിയത്. എൻ്റെ മക്കളാണ് അതൊക്കെ തുടങ്ങി തന്നത്. അവരാണ് അതിന് വേണ്ടിയിട്ടൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തത്. ഇപ്പോൾ അവരാണ് ഇതെല്ലാം നോക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ. വാട്സപ്പ് തന്നെ ഇതിനു വേണ്ടി തന്നെ മാത്രം ഇപ്പം ഞാൻ ഒരു നമ്പർ എടുത്ത് റെഡിയാക്കിയതാണ്. അല്ലെങ്കിൽ എനിക്കങ്ങനെ ഭയങ്കരമായൊരു താല്പര്യം ഒന്നും ഇതിൻ്റെ അകത്ത് നിൽക്കാനില്ല. പിന്നെ യൂട്യൂബ് ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് ഈ പെയിൻറ്റിങ്ങിനെ കുറിച്ച്, പിന്നെ ഫിലിമിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച്, ഇംഗ്ലീഷ് സിനിമകളുടെയൊക്കെ മേക്കിങ്ങിനെ കുറിച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫാഷനിലേക്ക് വരാം. കാരണം ഏറ്റവും കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഈവൻ തോ നമുക്ക് ഇനിയിപ്പോൾ താല്പര്യം ഇല്ലെങ്കിൽ കൂടി നമ്മൾ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ആ കാര്യങ്ങളിലൊക്കെ? നമ്മൾ മിമിക്രിക്ക് ഇപ്പോൾ വരുമ്പോൾ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലുള്ള ബ്ലേസിയർ ടൈപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട്. അകത്തൊരു ബനിയനും അങ്ങനെയൊക്കെ, ചിലപ്പം വൈറ്റ് ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈറ്റ് ഷർട്ട് പുറത്തിട്ട് അകത്തൊരു ബ്ലാക്ക് ബനിയനൊക്കെ ഇട്ടാൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് ഫാഷൻ ഇട്ടിട്ടും കാര്യമില്ല, വായി നിറങ്ങുന്നത് കുഴപ്പമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പെർഫോമൻസ് നന്നായില്ലെങ്കിൽ നമ്മളിനി എന്ത് വേഷം കെട്ടിയിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. എന്നാലും നല്ല ഡ്രസ്സ് ഇട്ട് സ്റ്റേജിൽ കയറണം. സ്റ്റേജിലൊരു പകുതി ശതമാനത്തോളം കോസ്റ്റ്യൂമിന് ഭയങ്കരമായിട്ടൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കളർഫുള്ളായിട്ടുള്ള കോസ്റ്റ്യൂംസാണ് കൂടുതലും ഉപയോഗിക്കേണ്ടത് സ്റ്റേജിൽ. കാര്യം പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബ്ലാക്കാണ്. എനിക്ക് ബ്ലാക്കിൽ നമ്മുടെ ഫേസ് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് ബ്ലാക്ക് കുറേ ഉണ്ട്. എന്തിനാണ് ചേട്ടന് കൂടുതൽ ക്രേസി? ഇപ്പം ചിലർക്ക് മൊബൈൽസിനോട് കാണും, അല്ലെങ്കിൽ വണ്ടികൾ, മൊബൈൽ ഫോൺസ്, അപ്പം അങ്ങനെയുള്ള എന്താ പെർഫ്യൂംസ്, പെർഫ്യൂംസിൻ്റെ ഒരു ഭ്രാന്തനാണ് ഞാൻ. അതന്ന് വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ മറ്റേ ഇത് വെച്ചിട്ട് ഇങ്ങനെ പോയിച്ചോണ്ടൊക്കെ. ഊതിൻ്റെ ഒരു സ്പെഷ്യൽ. എൻ്റെ ഫ്രണ്ട്സിന് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ അവർ കൊണ്ടുവന്ന് എൻ്റെ ഇത് അറിയാവുന്നിട്ട് കുറേ സാധനം തന്നുവിടും. മിക്കപ്പോഴും ഇതൊന്നും എനിക്ക് മേടിക്കേണ്ട ഒരു അവസ്ഥ വരാറില്ല. ഈ ഊതും സ്പ്രേ ഒന്നും ഗൾഫിലൊക്കെ പോകുമ്പം ഏറ്റവും കൂടുതൽ കിട്ടുന്നതായിരിക്കും. അവർക്ക് എന്തോ അറിയാമെന്ന് തോന്നുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിതിങ്ങനെ കളക്ഷനായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വാച്ചസ് ഇഷ്ടമാണ്. കുറേ വാച്ചുകളുണ്ട് കയ്യിൽ. അങ്ങനത്തെ അത്യാവശ്യം നല്ല ബ്രാൻഡുകളുള്ള വാച്ചുകളുണ്ട്. വാച്ച് ഇഷ്ടമാണ്. അപ്പൊ ഇന്നത്തെ ഒരു ബിസി ഷെഡ്യൂളില് ചേട്ടൻ ലഞ്ച് പോലും കഴിച്ചിട്ടില്ല എന്നറിയാം. അപ്പൊ നമുക്ക് ലൈറ്റ് ആയിട്ട് ഒരു കരിക്ക് കുടിച്ചാലോ? പിന്നെന്താ, എന്റെ വയറ് നിറഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇതെല്ലാം കൂടെ കണ്ട് തീർച്ചയായിട്ടും ഒരു കളർഫുൾ ആയിരുന്നു അല്ലേ. എന്നാൽ കരി വരുന്ന ഗസ്റ്റുകളെ അവർക്കൊരു കുറവുണ്ടാവാൻ പാടില്ല. അവർക്ക് എല്ലാവരും മാന്യമായി ട്രീറ്റ് ചെയ്യണം. എന്നാൽ ഞങ്ങളുടെ കൂടെ നിന്നു. അത് തന്നെ തീർച്ചയായിട്ടും. അല്ല, എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര വിഷമമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ രാവിലെ തൊട്ട് നമ്മുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്കറിയാം, പലപ്പോഴും പലരും വരുന്നു, അവരോട് സംസാരിക്കുന്നു, അതിനിടയ്ക്ക് നിങ്ങൾ നിൽക്കണം. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമുക്ക് വെള്ളം കുടിച്ചിട്ടാകുമ്പോൾ തീർച്ചയായും. അപ്പൊ നമുക്ക് ഓക്കെ ചേട്ടൻ ഇല്ല ലേഡീസ് ഫസ്റ്റ് എൻ്റെ ഒരു മര്യാദ. ദൈവമേ, ആൾക്കാർ തെറ്റിയിരിക്കുമോ? ചിയേഴ്സ് എന്നൊക്കെ പറയുകയും ചെയ്തു. ഒക്ടോബർ 2 ആണ്. ചേട്ടൻ്റെ ലൈഫിൽ ഇന്നൊരു ഇമ്പോർട്ടൻറ്റ് ഡേ ആയിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾക്കും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് ഫ്യൂച്ചർ നല്ല നല്ല പ്രോജക്ട്സ് ഒക്കെ കിട്ടട്ടെ. ഈ ഒരു ആർട്ട് ഫോം ഭയങ്കര സംഭവമായി വിജയിക്കട്ടെ. തീർച്ചയായിട്ടും. എനിക്ക് പ്രത്യേകിച്ച് കൗമുദി ടിവിയുടെ എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്, ഇന്നൊരു വളരെ തിരക്ക് പിടിച്ച ദിവസമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പെയിൻറ്റിങ് എക്സിബിഷൻ്റെ ഒരു ഫുൾ ഡേ ആദ്യമായിട്ട് വരുന്നത് കൗമുദി ടിവിയിലാണ്. ഒരുപാട് സന്തോഷം. ഈ കുറവ് മൊത്തം രാവിലെ മുതൽ ഈ നിമിഷം വരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു ഫംഗ്ഷന് വരുമ്പോഴത്തേക്കിന് ഒരുപാട് ഗസ്റ്റുകളുണ്ടാവും. ആ ഗസ്റ്റുകളൊക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് നമ്മൾ ബാലൻസ് ചെയ്ത് പോകണം, എൻ്റെ മെയിൻ ആളെന്ന നിലയിൽ.
അപ്പോൾ അതിനൊക്കെ ആ സമയങ്ങളിലൊക്കെ എന്നോടൊപ്പം കൂടെ നിൽക്കുകയും ഇത് ഷൂട്ട് ചെയ്യുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തതിന് ഈ ക്രൂവിനോട് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും വരണം. 18 ദിവസത്തേക്കാണ് എക്സിബിഷൻ. രാവിലെ 11 തൊട്ട് 7 മണി വരെയാണ് ടൈം. ഇത് മിസ്സാക്കരുത്, വലിയ നഷ്ടമാകും എനിക്ക്.